ഹൈ ആയിട്ട് നിൽക്കുന്ന ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കുള്ള നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ പറയാം. അപ്പൊ ഒന്നാമത്തത് വെരിക്കോസ് വെയിന്റെ കോമ്പിനേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. വെരിക്കോസ് വെയിൻ നോർമൽ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ വെരിക്കോസ് വെയിന്റെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സൗണ്ടഡ് ഫ്ലോയും ഹീമോപ്ലസ്. അപ്പൊ അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, പച്ച കളറിൽ മാത്രം ഇങ്ങനെ ചെറിയ നാരോ ഞരമ്പായിട്ട് വന്നേക്കുക, പക്ഷെ ഭയങ്കര പെയിൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൗണ്ട്, അതായത് സപ്ലിമെന്റ് തുടക്കത്തിൽ പറയുമ്പോൾ ഈ ബൾക്കായിട്ട് നമ്മൾ പറഞ്ഞ ക്ലയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അവർക്കൊരു തുടക്കത്തിലൊരു ചെറിയ പാക്കേജ് കൊടുത്ത് അവർക്കൊരു ചെറിയ റിസൾട്ട് ആക്കി വരുമ്പോൾ നമുക്ക് അല്ലാതുള്ള കോമ്പിനേഷൻസോട് ആഡ് ചെയ്യാം. അപ്പൊ തുടക്കത്തിൽ ചെറിയ ചെറിയ വെരിക്കോസ് വെയിന്റ് ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ സൗണ്ടഡ് ഫ്ലോയും ഹീമോപ്ലസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും. രണ്ടാമത്തെ കേസ്, നമുക്ക് നന്നായിട്ട് വിരിഞ്ഞിരിക്കുകയാണ്, ബൾജ് ചെയ്തിരിക്കുക വെയിൻ, പിന്നെ അതേപോലെ തന്നെ അവർക്ക് കൊളസ്ട്രോൾ ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്, ഡയബറ്റിക് ഒക്കെ ഹൈ ആണ്. അങ്ങനെയുള്ള കേസസ് വരാറുണ്ട് വെരിക്കോസ് വെയിനിൽ തന്നെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? സൗണ്ടഡ് ഫ്ലോയും ഹീമോപ്ലസും ഡീമിക്സ്. അവർക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ അതൊരു ഘടകം. അപ്പൊ ഇന്നാള് ഒരു ഇപ്പോഴെങ്കിലും അല്ല, കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ വെരിക്കോസ് വെയിൻ്റെ ഒരു ഇഷ്യൂസ് ഒരാൾ ചോദിച്ചപ്പോൾ അവരുടെ ആ ആളുടെ അടുത്ത് മറ്റെന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ എന്നും കൂടെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞൊരു ചോദ്യം, ഈ വെരിക്കോസ് വെയിനും മറ്റു ഡിസീസുമായിട്ട് എന്താ ബന്ധം? അപ്പൊ നിങ്ങൾ ഇത് ചുമ്മാ അറിയാതെ സംസാരിക്കുകയല്ലേ എന്നൊക്കെ ചോദ്യമുണ്ട്. ആക്ച്വലി ഡയബറ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ ബ്ലഡിനകത്ത് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് കണ്ടന്റ് അമിതമാണെങ്കിൽ കൊഴുപ്പടിയാനായിട്ടുള്ള അളവ് പെട്ടെന്ന് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ വെരിക്കോസ് വെയിനും ഉണ്ടെങ്കിൽ ഡീമിക്സ് കൂടെ ആഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പം ആയുർ സൗണ്ടഡ് ഫ്ലോയും ഡീമിക്സും ഹീമോപ്ലസും ഇൻ കേസ് ഡയബറ്റിക് വെരിക്കോസ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നവർക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് പഴുത്തളിഞ്ഞ് ബ്ലഡ് പൊക്കോണ്ടിരിക്കുന്ന, ഒരുപാട് തവണ ബ്ലഡ് ചീറ്റിപ്പോയ വ്രണമായ കേസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ഇവരുടെ ഉള്ളിലെ മുറിവ് കരിയണം. അപ്പം രക്തം കട്ട പിടിച്ചതും അലിഞ്ഞു പോകണം. സോ വെരിക്കോസ് അൾസർ ആവുന്ന കേസില് ആദ്യഘട്ടത്തില് ആയുർ സൗണ്ടഡ് ഫ്ലോ കൊടുക്കണം. അത് ഇത്തിരി കോമ്പിനേഷൻ നന്നായി വരുന്നതാ. ആയുർ സൗണ്ടഡ് ഫ്ലോ കൊടുക്കണം, ഹീമോപ്ലസ് ആഡ് ചെയ്യാം. ദെൻ കുർക്കുമിൻ ഇന്റേണൽ ഇഞ്ചുറി കരിക്കാനായിട്ടും ഇൻഫ്ലമേഷൻസ് കരിക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ കുർക്കുമിൻ എന്ന് പറയുന്നത്. അപ്പം ഹീമോപ്ലസും സൗണ്ടഡ് ഫ്ലോ, കുർക്കുമിൻ, ദെൻ ലിവാപിൾസ് നിർബന്ധമാണ്. കാരണം നമ്മുടെ ബ്ലഡിന്റെ അശുദ്ധ രക്തം പ്രോസസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറും ഓക്കെ ആയിരിക്കണം. ഒരു 90% ആൾക്കാരിലും ഫാറ്റി ലിവർ കാണും. ഈ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ കാണും. സോ അതുകൊണ്ട് ലിവാപിൾസ് കോമ്പിനേഷൻ കൊടുക്കാം. ഈ 4 കൂട്ടം, അപ്പൊ ആയുർ സൗണ്ടഡ് ഫ്ലോ, ഹീമോപ്ലസ്, ലിവാപിൾസ്, കുർക്കുമ ലോങ്ക, ഇത് 4 കൂടെ ആദ്യഘട്ടത്തിൽ കൊടുത്ത് ഒരു 60 ഡേയ്സ് 90 ഡേയ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കിന് നന്നായിട്ട് വരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ സ്റ്റെം സെൽസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. 5 സപ്ലിമെന്റ് വരും. അതാവുമ്പോ പെട്ടെന്ന് റിക്കവർ ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഈ ഒരു 5 കോമ്പിനേഷൻ തുടക്കത്തിൽ കൊടുക്കുക. തുടക്കത്തിൽ കൊടുത്ത് മുറിവുകൾക്ക് കരിവായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് കുർക്കുമിൻ, അതായത് മുറിവെല്ലാം കരിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് കുർക്കുമിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് പകരം ന്യൂട്രീൻ വിറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഒരു 90 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ന്യൂട്രീൻ വിറ്റ് ആഡ് ചെയ്യാം. ഇനി ഇൻ കേസ് ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അതൊരു അടുത്ത കോമ്പിനേഷൻ, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നിങ്ങൾ എന്തോ വേണമെന്നറിയോ? ആയുർ സൗണ്ടഡ് ഫ്ലോ, ഹീമോപ്ലസ്, ലിവാപിൾസ്, കുർക്കുമ ലോങ്ക, നമ്മുടെ സ്റ്റെം സെൽസിന് പകരം അന്നേരം വേണമെങ്കിൽ നമുക്ക് റിവൈറ്റലൈസർ ആഡ് ചെയ്യാം. റിവൈറ്റലൈസർ, ഹീമോപ്ലസ് എന്ന് പറയുന്ന ചൊറിച്ചിൽ കുറയ്ക്കാൻ പറ്റുന്ന നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ആഡ് ചെയ്യാം. മനസ്സിലായോ? ഓറിട്ടാ മതി കരിഞ്ജീരകം. അപ്പം നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ ചൊറിച്ചിൽ അമിതമായിട്ടുള്ളവർക്ക് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ സ്റ്റെം സെൽസ് ഒരു 60 ദിവസം കഴിയുമ്പോൾ ആഡ് ചെയ്യാം, ചൊറിച്ചിലൊക്കെ മാറി കഴിഞ്ഞിട്ട്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സെക്ഷൻ പോലെ ന്യൂട്രിമീറ്റ്, അതായത് പുതിയ സ്റ്റെം സെൽസ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ പുതിയ സെൽസ് വരാൻ തുടങ്ങും. ദെൻ അപ്പൊ ന്യൂട്രിമീറ്റയും കൂടെ ആഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിന് പുതിയ സെല്ലുകൾ വന്ന് ക്ലീൻ ആയി ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവും. അന്നേരം നിർത്താൻ പാടില്ലാത്ത ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്നത് ആയുർ സൗണ്ടഡ് ഫ്ലോയാണ്.
സൗണ്ടഡ് ഫ്ലോ കുറേ അവർക്ക് ചിലപ്പോ ഒരു 10ഓ 20ഓ 30ഓ വർഷമൊക്കെ പഴക്കം ഉണ്ടെങ്കിൽ ഇത് സൗണ്ടഡ് ഫ്ലോ ഒരു 1 or 2 ഇയറോ സൗണ്ടഡ് ഫ്ലോ മാത്രം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന്